തുടർന്നുള്ളതാകുന്ന നിമിഷങ്ങൾ ഞങ്ങൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ തിരുവചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ ഏകാഗ്രതയും സന്നിധിബോധവും ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് സഹായിക്കണം. ദൈവവചന കേൾവി അടിയങ്ങൾക്ക് അനുഗ്രഹത്തിനും ആത്മീയ വർധനവിനും ഞങ്ങൾ ആത്മീയമായി വളരുന്നതിനും കാരണമാകണം. നിത്യതയ്ക്ക് വേണ്ടി അതൊരുങ്ങുവാൻ ഇടയാകണം. അവിശ്വാസികളായി കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ, ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വരെ വായിക്കാം. 1 Corinthians chapter 2 beginning with verse 13 through to chapter 3 verse 2. ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിവുള്ളതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡികന്മാരല്ലോ. മതിയാകും. കൊരിന്ത സഭയിലുള്ളതാകുന്ന പ്രത്യേക സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാകുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. കൊരിന്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് മാനുഷികമാകുന്ന ജ്ഞാനത്തിൻ്റെ ഫിലോസഫിയുടെ വെളിച്ചത്തിൽ ദൈവിക കാര്യങ്ങളെ അവർ വിലയിരുത്താനും മനസ്സിലാക്കുവാനും ശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, മാനുഷികമാകുന്ന തത്വചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ലീഡേഴ്സിനെ, അവരെ നടത്തിയവരെ, അതിലുള്ളതാകുന്ന എത്രത്തോളം പരിജ്ഞാനമുണ്ട് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ അവർ വിലയിരുത്തുകയും ആ നിലയിൽ പക്ഷം പിടിച്ച് സഭയിൽ ഡിവിഷൻസ് ഉണ്ടാകുകയും ചെയ്തു. ഇത് കൊരിന്ത് സഭയുടെ പ്രത്യേക സാഹചര്യമാണ്. എന്നാൽ വിശുദ്ധ അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോൾ താൻ പറയുന്ന ഒരു കാര്യം, ഞാൻ അങ്ങനെയുള്ള ജ്ഞാനമോ വൈഭവമോ കൊണ്ടല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്. ഞാൻ വന്നത് ജ്ഞാനത്തിൻ്റെയോ വാക്കുകളുടെയോ, I didn't come with eloquence of speech. വചനത്തിൻ്റെയോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് ദൈവവചനത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ദൈവവചനം എന്നുള്ളത് ക്രൂശിൻ്റെ വചനമാണ്, മുകളിൽ നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ വന്നത് എന്ന് പറഞ്ഞപ്പോൾ മാനുഷികമാകുന്ന ഫിലോസഫിയോ സദാചാര പ്രസംഗമോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചോ ഇതും കൊണ്ടൊന്നുമല്ല ഞാൻ സുവിശേഷം അറിയിപ്പാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. എനിക്കൊരു സന്ദേശമേ ഉള്ളായിരുന്നു, ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശു ക്രിസ്തു. ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത, വെളിപ്പെടുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒന്നാണ് ക്രൂശിൻ്റെ സന്ദേശം. ആത്മീക വിഷയങ്ങളിലുള്ള തൽപരത, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദൈവവചനത്തിൻ്റെ മാധുര്യം, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ, നമ്മുടെ അകത്തെ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യണം. അത് നന്നായി വർക്ക് ചെയ്തില്ലെങ്കിൽ വേദപുസ്തകത്തിലെ
ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന, ദൈവത്തെ വെളിപ്പെടുത്തുന്ന, നിത്യതയെക്കുറിച്ച് പറയുന്ന, ക്രൂശിനെ കുറിച്ച് പറയുന്ന, നീതീകരണത്തെക്കുറിച്ച് പറയുന്ന, വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന, മഹത്വീകരണത്തെക്കുറിച്ച് പറയുന്ന, നിത്യശിക്ഷാവിധിയെക്കുറിച്ചും നിത്യ നരകത്തെക്കുറിച്ചും നിത്യ സൗഭാഗ്യങ്ങളെക്കുറിച്ചുമൊക്കെ പുസ്തകം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകണമെങ്കിലും, അത് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിലും, അതിൻ്റെ മാധുര്യം ഗ്രഹിക്കണമെങ്കിലും നമുക്ക് പ്രാഥമികമായി വേണ്ട യോഗ്യത മാനുഷികമാകുന്ന ബുദ്ധി കൊണ്ടുള്ള അപ്രോച്ച് അല്ല ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നേരെ മറിച്ച് ദൈവീകമാകുന്ന ഒരു പ്രകാശനം ഉണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവർക്ക് മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവവചനം മാധുര്യമാകത്തുള്ളൂ. അങ്ങനെയുള്ളവരെ വചനം വിളിക്കുന്ന പേര് ആത്മീകരെന്ന. 3 നിലയിലുള്ള, 3 കാറ്റഗറിയിലുള്ള വ്യക്തികളെ കുറിച്ച്, 3 അവസ്ഥയിലുള്ളവരെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറിയിലുള്ളവര് അവർ വലിയ ജ്ഞാനികളാകാം. ലോകപ്രകാരം അവർക്ക് ഫിലോസഫിയിൽ they may be an MPhil or a PhD in the philosophy of the world. ലോകത്തിൻ്റെ ഫിലോസഫിയിൽ, തത്വജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടാകാം. ലോകത്തിൻ്റെതാകുന്ന ജ്ഞാനത്തിൽ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാം. എന്നാൽ ക്രൂശിന്റെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രൂശിന്റെ പ്രാധാന്യതയും ക്രൂശിന്റെ വചനവും മനസ്സിലാക്കുവാൻ യാതൊരു വിധമാകുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ആവശ്യമില്ല. താഴ്മയോടെ, പാപബോധത്തോടെ, നഷ്ടബോധത്തോടെ കാൽവറി ക്രൂശിങ്കിലേക്ക് വരുന്ന പണ്ഡിതനോ പാമരനോ സമ്പന്നനോ ദരിദ്രനോ ഉന്നത കുലജാതനോ താണ നിലയിൽ ജനിച്ചവനോ ഏതു ഭാഷക്കാരനോ അത് വിഷയമല്ല. ക്രൂശിങ്കിലേക്ക് യേശുവിൻ്റെ പാപപരിഹാര ബലിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കാൽവറി ക്രൂശിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ ബഹുവിധമാകുന്ന ആ ജ്ഞാനം, ക്രൂശിന്റെ വചനം, ആ ജ്ഞാനം മനസ്സിലാക്കുവാൻ ആ വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ഇൻസിഡന്റ് ഓർപ്പിക്കുകയുണ്ടായി. ഒരു പ്രമുഖ സഭയുടെ ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. പണ്ടെങ്ങാണ്ട് യേശുക്രിസ്തു മരിച്ചു. ശ്രദ്ധിക്കണേ. പണ്ടെങ്ങാണ്ട് യേശുക്രിസ്തു മരിച്ചു. അങ്ങേരുടെ രക്തം ആ മരത്തെ കിടന്നുണങ്ങി. ഇന്ന് ഒത്തിരി പേര് അതുകൊണ്ട് നടക്കുക, യേശു രക്ഷിക്കുമെന്ന്. അദ്ദേഹത്തിന് ഒത്തിരി ഡോക്ടറേറ്റ് ഉണ്ടെന്ന് എൻ്റെ അറിവ്. ഗീതയിലും ഹിന്ദു ഫിലോസഫിയിലും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. വലിയ സെമിനാരിയിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി കാലം അങ്ങനെയുള്ളതാകുന്ന വൈദിക ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യന് ഇന്നും ഇത് മനസ്സിലായിട്ടില്ല. എന്നാൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും ഒരു പാരമ്പര്യവും ഇല്ലെങ്കിലും
ലളിതമായി വിശ്വാസത്തോടെ ക്രൂശിങ്കലേക്ക് വരുന്ന ഒരുവന് ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് മനസ്സിലാകാൻ കഴിയാത്തത് മനസ്സിലാകാൻ കഴിയും. എന്താണ്? അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പൗലോസ്ലീഹ അതാണ് പറയുന്നത്. വായിക്കേണ്ട, താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു. തികഞ്ഞവർ എന്ന് പറയുമ്പോൾ ആത്മീകർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ സമ്പൂർണരായെന്നല്ല അതിൻ്റെ അർത്ഥം. They are in the process of knowing Christ. ഹല്ലേലൂയ. എന്താണ് ജ്ഞാനം? ആ ജ്ഞാനം എന്നുള്ളത് ദൈവജ്ഞാനമാകുന്ന ക്രിസ്തുവ. ആ ജ്ഞാനം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് മറഞ്ഞിരിക്കുന്ന ഒന്ന് ആത്മീകർക്ക് മനസ്സിലാകും. എന്നിട്ട് യെശയ്യാവിൻ്റെ പ്രവചനം 64 അധ്യായം 4 വാക്യം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, വായിച്ചേ ഒന്ന് വായിച്ചേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഒന്ന് നിൽക്കണേ, ഇത് ഒരുപാട് മിസ്കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ്, ദുരുപയോഗം ചെയ്യുന്ന വാക്യം. എന്താണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാഞ്ഞ അനുഗ്രഹീത കാര്യം. ഞാൻ പറയാം, ഡോക്ടറേറ്റ് എടുത്ത തിരുമേനിക്ക് മനസ്സിലായില്ല, അടിസ്ഥാനപരമാകുന്ന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സാധുക്കൾക്ക് മനസ്സിലായി. അതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും, ഈ ലോകക്കാരൻ്റെ ഒന്നും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. മനസ്സിലായോ? രക്ഷപ്പെടാൻ, വീണ്ടും ജനിക്കാൻ, ദൈവത്തെ അറിയാൻ കാരണമായി തീർന്ന അനുഗ്രഹീത അനുഭവമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയതാകുന്ന ഈ നല്ല അനുഭവം. അതാണ് ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്കെന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയേക്കുന്നു. നമ്മുടെ പ്രശ്നം ആ വാക്യം മാത്രം കോട്ട് ചെയ്യും, അതിൻ്റെ താഴെയും വായിക്കത്തില്ല, മുകളിലും വായിക്കത്തില്ല. ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്തതിനെ കുറിച്ചൊക്കെ ഓർത്തോർത്തോട്ടിരിക്കാതെ, പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തിരുവചന ഭാഗം അതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാൽ ഒത്തിരി അബദ്ധങ്ങൾ ഒഴിവാകും. നമുക്ക് മനസ്സിലായിരിക്കുന്നെന്നാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്. എന്താ മനസ്സിലായേക്കുന്നത്? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ അറിയുവാൻ, കാണുവാൻ ഭാഗ്യം ലഭിച്ചു. അതാണ് വലിയ ഭാഗ്യം. ഇത്രത്തോളം വലിയൊരു ഭാഗ്യം ലോകത്തിലില്ല എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ സാരം. മനസ്സിലായോ? ആ വാക്യത്തെക്കുറിച്ച് ഇനി സംശയം വരരുതേ. ഇതാ പൗലോസ് പറഞ്ഞതിൻ്റെ സാരം. നമുക്ക് മനസ്സിലായേക്കുന്നു. അപ്പോൾ ആത്മീകന്റെ ഒന്നാമത്തെ ലക്ഷണം, അവൻ വീണ്ടും ജനിച്ചവനാണ്, അല്ലെങ്കിൽ പിന്നെ ആത്മീയനാകാൻ ഒക്കെയില്ല. എന്നാൽ മറ്റൊരു കൂട്ടരെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇപ്പൊ 2 കാറ്റഗറിയിലുള്ള മനുഷ്യർ. ഒന്ന് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, ലോകക്കാരൻ. ലോകക്കാരന് ലോകത്തിൻ്റെ ചിന്തകൾക്ക് അവൻ അധീനനാ. ലോകത്തിൻ്റെ ഫിലോസഫി അനുസരിച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ഫിലോസഫി പഠിച്ചവരെ പിടിച്ച് അധ്യക്ഷരാക്കിയാൽ സഭയെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ സഭയുടെ അധ്യക്ഷരാകേണ്ടത് ലോകത്തിന്റെ ഫിലോസഫി പാസ്സായവരെ അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നവരാകണം. ഈ ക്രമം നമ്മുടെ ഇടയിൽ നിന്ന് പോയതാണ് നമ്മുടെ സകല അപജയത്തിൻ്റെയും കാരണം.
മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആത്മീകന്റെ സവിശേഷതകൾ 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ആത്മീകന്റെ ഒന്നാമത്തെ സവിശേഷത, അവന് ക്രൂശ് എന്താണെന്നും ക്രൂശിന്റെ വചനം എന്താണെന്നും ക്രൂശിൽ കൂടെ ദൈവം ചെയ്തതെന്താണെന്നും ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കപ്പെടുമ്പോൾ ലോകത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു എന്നും ഗ്രഹിക്കാൻ കഴിയുന്നത് ആത്മീകന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മീകനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കത്തുള്ളൂ. മറ്റുള്ളവർ ഫിലോസഫി പ്രസംഗിക്കും, സദാചാരം പ്രസംഗിക്കും, തത്വചിന്തകൾ പറയും, സൈക്കോളജി പറയും, മനഃശാസ്ത്രം പറയും. ഇതിനൊന്നുമല്ല ദൈവസഭയിൽ സ്ഥാനം. ഇത് പ്രസംഗിക്കാൻ ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിരുന്നു അപ്പോസ്തലനാകുന്ന പൗലോസ്. ഒരു ഗവർണർ തന്നെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയാമോ? പൗലോസേ, വിദ്യാ ബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ട്. പൗലോസിന് ഉണ്ടായിരുന്ന അഗാധമാകുന്ന ജ്ഞാനം തൻ്റെ ലേഖനങ്ങളിൽ അത് വ്യക്തമാണ്. ഗ്രീക്ക് ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ ഒക്കെ ചില ഉദ്ധരണികൾ താൻ കോട്ട് ചെയ്യുന്നതും അതിൻ്റെ ആപ്ലിക്കേഷനും പഠിച്ചാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. പല പ്രാവശ്യം താൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. നാം അവൻ്റെ സന്താനമല്ലോ. ഒരു ഗ്രീക്ക് ക്ലാസിക്കൽ റൈറ്ററെയാണ് പൗലോസ് അവിടെ കോട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ കൊണ്ട് നടക്കുവാൻ ഇന്നത്തെ പോലെ കഴിയാതിരുന്ന ഒരു കാലത്ത് right, left and in the middle he could freely quote any classical writer. He was so intelligent and so educated. ഓർമ്മയിൽ നിന്ന് നന്നായി ഉദ്ധരിക്കത്തക്കതുപോലെ അതുപോലെ ജ്ഞാനിയായിരുന്നു. അത്ര ജ്ഞാനമുള്ളവനാകുന്ന ഈ പൗലോസിന് ഒരു ചിന്തയേ ഉള്ളായിരുന്നു. കൊരിന്തിൽ ചെന്നപ്പം തൻ്റെ ജ്ഞാനം അവർക്കൊന്നും വെളിപ്പെടുത്തി കൊടുക്കണമെന്നല്ല താൻ ആഗ്രഹിച്ചത്. നേരെ മറിച്ച് അവരുടെ വിശ്വാസത്തിന് ഈ ഫിലോസഫി അല്ല ആധാരം എന്ന് വരേണ്ടതിന്. പിന്നെ ഈ കൊരിന്തിലുള്ളവർ പറയരുത്, നിന്റെ നല്ല ഫിലോസഫിക്കൽ സർമൺ കേട്ട ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറയാൻ ഇടവരാതിരിക്കേണ്ടതിന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒഴികെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. ഫിലോസഫിയോ കൗൺസിലിങ്ങോ ഒക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു അടിസ്ഥാനപരമാകുന്ന വിഷയം ഞാൻ പറയാം. നമ്മുടെ സകലവിധമാകുന്ന റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിനും ഒരു പരിഹാരമേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണേ. കുടുംബത്തിൽ പ്രശ്നമുണ്ടോ? ഞാൻ പറയാം പരിഹാരം. അതിന് കൗൺസിലറുടെ അടുക്കൽ പോകുന്നപ്പൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ലാത്തത്? ഇന്നുള്ള എന്നോ ഡിപ്രഷൻ ആയാലും ഒപ്രഷൻ ആയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉലച്ചിൽ എവിടാ തുടങ്ങുന്നതെന്നറിയാമോ? ആദ്യം തുടങ്ങിയത് എവിടാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം പഴിചാരാൻ തുടങ്ങിയത് എവിടാ? പഴിചാരാൻ തുടങ്ങിയത് എവിടാ? ഏദൻ തോട്ടത്തിലാണല്ലോ. ആദ്യം പഴിചാരാൻ തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. ആദാം പറഞ്ഞു, എൻ്റെ കുറ്റമൊന്നുമല്ല, അവിടുന്ന് എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീയുടെ പണിയായത്. ഹവ്വായോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, എൻ്റെ കുറ്റമൊന്നുമല്ല, ഈ പാമ്പിൻ്റെ പണിയായത്. എവിടെയാ
എവിടെയാ പ്രശ്നം തുടങ്ങിയത്? പ്രശ്നം തുടങ്ങിയത് വേറെങ്ങുമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചു. അന്യോന്യമുള്ള ബന്ധത്തിലും ഉലച്ചിൽ സംഭവിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിലോ സഭയിലോ പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവത്തിങ്കലാണ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശരിയാകുമ്പോൾ മനുഷ്യനോടുള്ള ബന്ധം ശരിയായിരിക്കും. ദൈവത്തോട് നല്ല ബന്ധം വരികയും മനുഷ്യനോട് ചീത്ത ബന്ധം വരികയും ചെയ്യാൻ ഒക്കുകയില്ല. അങ്ങനെ ഇതിന്റെ കിടപ്പ്. മനസ്സിലായോ? അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പോൾ ബാക്കി കാര്യങ്ങൾ ശരിയാകും. അതുകൊണ്ടാണ് ദൈവമക്കളുടെ സകല ആവശ്യങ്ങൾക്കും സകലതിനും പരിഹാരമെന്നുള്ളത് ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് പഴയ ഭക്തന്മാർ പാടിയത്, ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട, താങ്ങുവാൻ താൻ മതിയ. ദൈവസന്നിധാനത്തിൽ പരിഹാരമില്ലാത്ത യാതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാകുമ്പോൾ ബാക്കിയൊക്കെ ദൈവം തന്നെ ശരിയാക്കിക്കൊള്ളും. അതിനുള്ള കൃപ നമുക്ക് തരും. അപ്പോൾ ദൈവജ്ഞാനത്തെ അറിയുക എന്നുള്ളതും ആ ജ്ഞാനത്തിൽ മുതിർന്നു വരിക എന്നുള്ളതും ആത്മീകന്റെ ലക്ഷണമാണ്. ഭൗമികന് അവൻ ലോകപ്രകാരം കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ, ആത്മീകൻ സകലത്തെയും വിലയിരുത്തുന്നത് ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തില് ആത്മീകൻ സകലത്തെയും കാണുന്നത്. ലോകപ്രകാരമുള്ളവൻ ലോകജ്ഞാനം അനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, ആത്മീകൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിത്യതയുടെ വെളിച്ചത്തിലാണ്. നിത്യതയെ എൻ്റെ ഈ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്നുള്ളതായിരിക്കും ആത്മീകന്റെ കാഴ്ചപ്പാട്. കാരണം അവനറിയാം ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. പ്രിയമുള്ളവരെ, താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വേദഭാഗത്ത് പൗലോസ് തുടർന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരോട് പറയുക, എന്നാൽ എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്നതുപോലെ അല്ല, പിന്നെ എങ്ങനെയാ? ജഡീകന്മാരോട് എന്ന പോലെ. പിന്നെ ജഡീകന്മാർക്ക് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ എന്തുവാ? ക്രിസ്തുവിൽ ശിശുക്കൾ. ജഡീകൻ എന്ന് പറഞ്ഞാൽ ആരാ? ജഡീകൻ എന്ന് പറഞ്ഞാൽ കള്ളും കുടിച്ച് ബീഡിയും വലിച്ച് വഴി കൂടെ നടക്കുന്നവനല്ല. കള്ളു കുടിക്കുന്നില്ലേലും ബീഡി വലിക്കുന്നില്ലേലും വെള്ളയുടുപ്പിടുന്നുണ്ടേലും സഭയെ വരുന്നവരെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ജഡീകരെന്ന് വിളിച്ചേക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പുസ്തകത്തിൽ എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നേ? വെള്ളയുടുപ്പിടാത്തവരൊക്കെ സ്തോത്രം ചെയ്യുക, ഇന്ന് വെള്ളയല്ലല്ലോ എന്നോർത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് വിളിച്ചേക്കുന്ന ആരെയാണെന്നറിയാമോ? നിങ്ങളോട് എന്ന് പറഞ്ഞാൽ കൊരിന്ത് സഭയിലുള്ള വിശുദ്ധന്മാരോട്. എനിക്ക് ആത്മീകരോടെന്നതുപോലെ സംസാരിപ്പാൻ കഴിഞ്ഞില്ല, ജഡീകരോടെന്ന പോലെ. എന്നിട്ട് പറയുക, ജഡീകരെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ശിശുക്കൾ. ശൈശവത്വത്തിന് ഒരു കാലഘട്ടമുണ്ട്. ശിശുക്കളായിരിക്കുന്നതിനൊരു കാലഘട്ടമുണ്ട്. ആ ശിശുവായിരിക്കുന്ന കാലഘട്ടത്തിൽ ശിശുവായി തന്നെ ഇരിക്കുന്നത് വളരെ എൻജോയബിളാ, അല്ലേ? ശിശുവായിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോട് ആ കുഞ്ഞ് മിഡിൽ ഈസ്റ്റിലെ പ്രസന്റ് സിറ്റുവേഷനൊക്കെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്നോ തോന്നുന്നു, അതൊരു
ഒരു ചേർന്ന് വരികയില്ല. വി ഡോണ്ട് എൻജോയ് ദാറ്റ്. പിന്നെ വേണേൽ നമ്മൾ പറയാം അത്ഭുത ബാലന്മാരെന്നൊക്കെ പറഞ്ഞ് പ്രസംഗത്തിനൊക്കെ വഴിയൊരുക്കും. നമ്മളങ്ങനാണല്ലോ, എന്തേലും ഒരു വെറീഡായിട്ട് എന്തെങ്കിലും കണ്ട ഉടനെ എടുത്ത് അങ്ങ് തലയിൽ വെക്കും. പിന്നെ അവനെ അങ്ങ് നാശയോഗ്യനാക്കാനുള്ള സകല പണികളും നമുക്കറിയാം. എൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ശൈശവത്വത്തിനൊരു മനോഹാരിതയുണ്ട്. എന്നാൽ 15 വർഷം കഴിഞ്ഞിട്ടും ലോലിപോപ്പും ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് ഒട്ടും മനോഹരമല്ല. ആണോ അല്ലയോ? ആദ്യം വരുമ്പം കരുതുന്ന, സഹായിക്കുന്ന, എപ്പോഴും ദൈവം കരുതുന്നവന് അല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ ആദ്യം അങ്ങനെയൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ. കുഞ്ഞിന് മാതാപിതാക്കളോടുള്ള സ്നേഹം എന്തുവാ? അയ്യോ, കുഞ്ഞിന് വലിയ സ്നേഹം എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ ആ ഇമ്മീഡിയറ്റ് നീഡ്സിൻ്റെ സ്നേഹമേ ഉള്ളൂ. കൊച്ചു കുഞ്ഞായിരിക്കും, അത്രേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, അല്ല ഉള്ളൂ. ഇമ്മീഡിയറ്റ് നീഡ്സ് സാധിപ്പിച്ചു കൊടുത്താൽ ഭയങ്കര സ്നേഹം, ഇല്ലെങ്കിൽ എന്താ, പിണങ്ങും. നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. കാരണം എന്തുവാ? ശിശു ആയിരിക്കുന്നത് കൊണ്ട്. 15-20 വർഷം കഴിഞ്ഞിട്ടും അതങ്ങനെ തന്നെയാണെങ്കിൽ എന്നോരു ദുഃഖമായിരിക്കും മാതാപിതാക്കളുടെ ഹൃദയത്തിൽ. ശ്രദ്ധിക്കണേ, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതാണ് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനമെങ്കിൽ, ചോദിക്കുന്നത് തരുന്നുണ്ടെങ്കിൽ സ്നേഹം, ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല. അതൊരു ഒരു ഗ്രീവിങ് സിറ്റുവേഷനാണ്, ദുഃഖമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഇന്ന് ദൈവസഭയെ പൊതുവായി ഓർത്ത് ആ തിരുഹൃദയത്തിൽ എന്തു ദുഃഖമുണ്ടെന്നുള്ളതൊന്ന് ഓർക്കണമേ. ലോകപ്രകാരമുള്ള മാതാപിതാക്കൾക്കൊക്കെ എൻ്റെ കുഞ്ഞ് എന്നെക്കാളും ഉന്നതനാകണമെന്നാ താല്പര്യമെങ്കിൽ, സ്വർഗസ്ഥനാകുന്ന പിതാവിന് അങ്ങനല്ല, എൻ്റെ കുഞ്ഞ് എന്നോളം വളരണമെന്ന്. ഞാൻ പറയുന്നത് ശരിയാണോ? അങ്ങനെയെങ്കിൽ ലോകപ്രകാരം ഒരു കുഞ്ഞിനെ പഠിക്കാൻ വിടുന്നു, അവൻ പഠിക്കുന്നു. പക്ഷെ പഠിച്ചിട്ടും 25 വർഷം കഴിഞ്ഞിട്ടും 7ാം ക്ലാസ്സിലാണെങ്കിൽ എന്തോ ഒരു ദുഃഖമായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ മന്ദബുദ്ധികളുടെ കാര്യമല്ല പറയുന്നത്, ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. മന്ദബുദ്ധി അത് ആ നിലയിൽ ചിന്തിക്കണ്ട. ഒരു ശരിയായ നിലയിൽ ബുദ്ധിവികാസം ഇല്ലാത്തൊരാളുടെ കാര്യം, ദാറ്റ് ഈസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ്. പക്ഷെങ്കിൽ വളരുവാൻ, വർദ്ധിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ, അവൻ്റെ പോസിബിലിറ്റി അവൻ വിനിയോഗിക്കാതെ ആ നിലയിൽ തുടർന്നാൽ ആ കുഞ്ഞിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് എന്തു ദുഃഖമായിരിക്കും. അങ്ങനെയെങ്കിൽ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനുള്ള സത്യവചനത്താൽ പിതാവിൻ്റെ ഇഷ്ടം ഹേതുവായി ദൈവഭവനത്തിൽ ജനിച്ച ആ ദൈവ പൈതലിന് അവന് ജീവനും ഭക്തിക്കും വേണ്ട സകല ദാനവും കൊടുത്തിട്ടും പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പാൻ, യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനുള്ള താല്പര്യം ഹൃദയത്തിലില്ലെങ്കിൽ ദൈവസഭയെ ഓർത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ് എന്ന സത്യം ഞാൻ വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. കാരണം
He has given everything for our growth. വളരാനുള്ളതെല്ലാം തന്നു, പക്ഷെ നമ്മൾ വളരുന്നില്ല. നമുക്ക് താല്പര്യം ഇപ്പോഴും പഴയ ലോളിപ്പോപ്പാ താല്പര്യം. അതിനോട് സമമായ കാര്യങ്ങളായി ഇപ്പോഴും താല്പര്യം. അത് ആ കാലഘട്ടത്തിൽ താല്പര്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നും അത് താല്പര്യപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റേജിലാണ് നമ്മളെന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് തുടർന്ന് പറയുന്നത് എന്താ? ഭക്ഷണമല്ല നിങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്, പാലത്രേ. നിങ്ങൾക്കിപ്പോഴും ഘനമുള്ളതാകുന്ന ആഹാരം, the hard meat of God's word, you don't enjoy that, you don't appreciate that, and your system doesn't receive that, it doesn't digest it. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് അതിൽ സന്തോഷിക്കുന്നില്ല. അത് ദഹിക്കാനുള്ളതാകുന്ന പ്രാപ്തിയും ആന്തരിക അവയവങ്ങൾക്കില്ല, വളർച്ചയില്ല. ഇത് അപകടകരമാകുന്ന ഒരു സിറ്റുവേഷനാണ്. കൊരിന്തിൽ ഈ സിറ്റുവേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കൊരിന്തിൽ ദൈവവചന ശുശ്രൂഷ ഇല്ലാത്തൊരു സഭയല്ലായിരുന്നു കൊരിന്ത് സഭ. അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് തന്നെ 18 മാസം അവിടുത്തെ പാസ്റ്ററായിരുന്നു. 18-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1.5 വർഷം കൊരിന്ത് സഭയിലെ ആദ്യത്തെ പാസ്റ്റർ ആരായിരുന്നു? ആദ്യത്തെ പാസ്റ്റർ ആരായിരുന്നു? പൗലോസ്. പൗലോസിന് സ്ഥലമാറ്റം കിട്ടിയപ്പം പിന്നെ ചാർജ് എടുത്തത് ആരാന്നറിയോ? അടുത്ത പാസ്റ്റർ ആരായിരുന്നു അറിയോ? പിന്നെ ചാർജ് എടുത്ത പാസ്റ്റർ പൗലോസിന് ഭയങ്കര ജ്ഞാനം ഉണ്ടായിരുന്നേലും വാഗ്വൈഭവം കുറവായിരുന്നു. എന്നാൽ പിന്നെ ചാർജ് എടുത്ത പാസ്റ്റർക്ക് ഭയങ്കര ജ്ഞാനവുമായിരുന്നു, ഭയങ്കര ഇലക്വൻസുമായിരുന്നു, വാഗ്വൈഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ 18-ാം അധ്യായം 24-ാം വാക്യം 27-ാം വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. 18-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ശ്രദ്ധിച്ചേ, പൗലോസിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഭയങ്കര ജ്ഞാനമായിരുന്നു, പക്ഷെ വാക്കെന്തായിരുന്നു? നിന്ദ്യമായിരുന്നെന്നാ കൊരിന്തുകാർ തന്നെ പറയുന്നേ. ഭയങ്കര അവൻ്റെ ലേഖനങ്ങളെന്ന് പറഞ്ഞാൽ ഊറ്റവും ഘനമുള്ളതായിരുന്നു, പക്ഷെ പ്രസംഗിക്കാൻ നിന്നാലൊന്നും അത്ര ഇമ്പ്രസീവ് ഒന്നും അല്ലായിരുന്നു പൗലോസ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം യൂത്തിക്കോസൊക്കെ മിക്കവാറും സുഖമായിട്ട് പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഒത്തിരി പേര് ഉറങ്ങുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാനും അതുപോലുള്ള ആളാണെന്ന് തോന്നുന്നു, കാരണം പലരും ഇരുന്ന് ഉറങ്ങുന്ന കാണാം. വാഗ്വൈഭവമൊന്നുമില്ലായിരുന്നു. പക്ഷെ അപ്പല്ലോസ് അങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര വാഗ്വൈഭവം മാത്രമല്ല, പിന്നെ എന്തോ കൂടെ ഉണ്ടായിരുന്നു? സാമർഥ്യം. പൗലോസ് ചാർജ് കൊടുത്തത് അതിൻ്റെ ഇന്റർവ്യൂ പീരീഡിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചാർജ് ഒഫീഷ്യലി കൊടുത്തത് അപ്പല്ലോസിനാ. അതിന് 27-ാമത്തെ വാക്യം വായിച്ചേ. അക്വിലാസും പ്രിസ്കില്ലയും എഫസോസിൽ വെച്ച് അവനെ കൈക്കൊണ്ട് കാര്യങ്ങൾ ശരിയായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, കൊരിന്തിൽ സഭയിൽ ഒരു ഒഴിവുണ്ട്, ഇപ്പോൾ പാസ്റ്റർ ഇല്ലാതിരിക്കുക കുറച്ചാഴ്ചകളായിട്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോക്കൂ.
27-ാമത്തെ വാക്യം. അഖായയിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പം ഉത്സാഹിപ്പിക്കുകയും അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊടുത്തു. സെന്ററിൽ നിന്ന് ലെറ്ററും കൊടുത്തു, ഞങ്ങൾ അയക്കുന്നു. അപ്പല്ലോസ് എന്ന് പറയുന്ന പാസ്റ്റർ അപ്പല്ലോസ്. പിന്നെ അവിടെ ശുശ്രൂഷിച്ചത് അപ്പല്ലോസാ. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്നോയിന്റെ കുറവായിരുന്നു അവർക്ക്, വചന ശുശ്രൂഷയുടെ കുറവായിരുന്നു, ബൈബിൾ ക്ലാസിന്റെ കുറവായിരുന്നു. അല്ല, ഇത് മറ്റ് പല സഭകൾക്കും ഇല്ലാതിരുന്ന അനുഗ്രഹം അവർക്ക് കിട്ടി. ഇതെല്ലാം കിട്ടിയിട്ടും ഇപ്പോഴും ഇവർക്ക് ലോളിപ്പോപ്പാ വേണ്ടി. അതാണ് പ്രശ്നം. അവർക്ക് സകല സാഹചര്യവും ഉണ്ടായിരുന്നു, വചനം കേൾക്കുവാൻ, വചനം പഠിപ്പാൻ. ഇതിനുള്ള സാഹചര്യം ലഭിച്ചിട്ടും ആത്മീകരായി ക്രിസ്തുവെന്ന തലയോളം വളരാത്ത സകലരും ദൈവസന്നിധാനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ ദൈവസഭയോട് പറയുക. We have heard so much of Bible class, so much of fasting prayer, so much of preaching, systematic exposition from the word. പക്ഷെ ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവർ ചെയ്തത്, അവർക്ക് സൗകര്യമുള്ളതൊക്കെ അവരെടുക്കും. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവര് ശിശുക്കളായിരിക്കുന്നത്? അതിന്റെ കാരണമൊന്നും മറ്റൊന്നുമല്ല, വേറെങ്ങും തേടി പോകണ്ട. വചന ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷെങ്കിൽ വചന ശുശ്രൂഷ കഴിയുമ്പം അവരുടെ മനോഭാവം, ഇതെന്നോ പുതിയ ടീച്ചിങ്ങാ, ഇത് വല്ലവർക്കും വല്ലതും ജീവിക്കാൻ പറ്റുമോ? അങ്ങനൊക്കെ കിടക്കുമെന്നേ. ഇത് വല്ലതും നടപ്പാകുന്ന പണിയാന്നോ? ഇയാളെക്കാളും വലിയ ഉപദേശിയുടെ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. If that is the attitude, we will never grow. എന്നാൽ ഈ വചനം എന്നെ മാറ്റേണ്ടതാണെന്നും ഇത് നിത്യജീവന്റെ മൊഴികളാണെന്നും എന്നെ മുറിക്കുന്ന, എന്റെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഈ വാക്കുകളാണ് നിത്യജീവന്റെ മൊഴികളെന്ന് മനസ്സിലാക്കി അനുതാപത്തോടെ ദൈവസന്നിധാനത്തിൽ വീഴുന്ന ഒരു വ്യക്തി, അവൻ ആത്മീകമായി വളരാൻ തുടങ്ങും. കൊരിന്തിൽ അവർക്ക് ലോകവും വേണം, കുറച്ച് ദൈവവും വേണം. അതുകൊണ്ട് എന്ത് പറ്റി? ലോകത്തോട് ചേർന്ന് ജീവിക്കാൻ അവരെ സഹായിക്കുന്നത് മാത്രം എടുക്കും, ബാക്കി എടുക്കുകയില്ല. നോ, ലോകവും ദൈവവും ഒരുമിച്ച് പോകയില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിന് നമുക്ക് എന്ത് തരാൻ കഴിയും? ഓൺ ദി അതർ ഹാൻഡ്, ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് മറച്ചിട്ട് ശിശുക്കളായിരുന്ന നമുക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാനുള്ള സാഹചര്യം ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ ദൈവം കരുണ തോന്നി നമുക്ക് തന്നിരിക്കുമ്പോൾ, എൻ്റെ പ്രിയരെ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിച്ച് കർത്താവിനോട് അനുരൂപപ്പെടുവാനായി നമുക്ക് താല്പര്യപ്പെടാം. നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മൾ ശിശുക്കളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മീക വളർച്ച നമുക്കുണ്ടാകേണ്ടതിന് ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. മുറിപ്പെടുത്തുന്ന വചനം കേൾക്കുമ്പോഴും, കർത്താവേ, അവിടുന്ന് മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാകൊണ്ട് എന്നെ മുറിക്കണമേ, അതേസമയം എന്നെ ഹീൽ ചെയ്യണമേ, എന്നെ നന്നാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആര് വിധേയപ്പെടുമോ അവരാത്മികമായി വളരാൻ തുടങ്ങും.
അല്ലാതെ എത്ര വർഷം നമ്മളിരുന്നാലും കേൾക്കുന്ന തിരുവചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും നടത്തിപ്പിനും ആഗ്രഹിക്കാത്ത ആരും വളരുകയില്ല. വളർച്ച പ്രാപിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമുക്ക് വളർച്ച പ്രാപിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കണ്ട, ഞാൻ അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഇങ്ങനെയുള്ള മഹാപുരോഹിതനാ നമുക്ക് വേണ്ടത്. ആ മഹാപുരോഹിതൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് മഹാപുരോഹിതനാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. As soon as the Spirit of God began to write that, there came a restraint. Just pause. Chances are they don't appreciate and they don't understand what you are writing about. നിക്ക്, ഇത് പറഞ്ഞാൽ അവർക്ക് തിരിയത്തില്ല. അതുകൊണ്ട് താഴോട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് ആദ്യ പാഠങ്ങളിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ പ്രിയരെ, ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അങ്ങനെ യേശുവിനെ കുറിച്ച് വളരെ പറയാനുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ നമ്മെ ഗ്രഹിപ്പിക്കാനുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും നമ്മൾ താല്പര്യപ്പെടാത്തത് കൊണ്ട്, since we don't appreciate the light and we block the light, God let us walk in darkness. നമ്മൾ ഈ പ്രകാശത്തെ മറയ്ക്കുന്നത് കൊണ്ട്, അതിനെ നമ്മൾ സന്തോഷത്തോടെ കൈക്കൊള്ളായിക കൊണ്ട് നാം ഇന്നും നമ്മുടെ അവസ്ഥയിൽ തുടരുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതല്ല. സകലത്തിലും വളർച്ച പ്രാപിച്ച് വാട്ടവും കറയും ചുളുക്കവുമില്ലാതെ തനിക്ക് വേണ്ടി തേജസ്സോടെ മുൻനിർത്തുന്ന ഒരു മണവാട്ടിയെ ചേർപ്പാൻ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. മറനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ദൈവം നമ്മുടെ ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കാവലും സഹവാസവും കൂട്ടായ്മ നാം എല്ലാവരോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.